ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ശോഭയിൽ UDF വീണ്ടും ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിന്റെ കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ യുവജനങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് മുൻ ISRO ചെയർമാൻ G മാധവൻ നായർ. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് വ്യാഴാഴ്ച പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് സ്വീകരണ പരിപാടി. വാർത്തകൾ വിശദമായി. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ശോഭയിൽ UDF ഭരണത്തിൽ വീണ്ടും തിരിച്ചെത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിന്റെ കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരാണ് രാജ്യത്തിന് നല്ലത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ട്. അത് തന്നെയാണ് ഈ ഇളക്കത്തിന് കാരണം എന്ന് ഞങ്ങൾ അതിന് മറുപടിയും പറയുന്നുണ്ട്. കാരണം ഈ ഗവൺമെന്റ് തുടരുകയാണ് വേണ്ടത്. UDF ഗവൺമെന്റ് തുടരുകയാണ് വേണ്ടത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരികയാണ്. കേരളത്തെ ഡിജിറ്റലായി പ്രഖ്യാപിക്കാൻ അതുപോലെയുള്ള പല നേട്ടങ്ങളും കൊയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റുകൾക്ക് ഇവിടെ മാതൃകയായി മുന്നേറുകയാണ്. ആ ഭരണം തുടരണോ? ഇനി ഇരുണ്ട നാളുകൾ, കറുത്ത നാളുകൾ വീണ്ടും തിരിച്ചു വരണോ? വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് ഇത് മതി എന്ന് തന്നെയാണ് ഈ ആവേശത്തിന്റെ കാരണം. അത് തന്നെയാണ്. അതവര് ആദ്യം പ്രകടിപ്പിക്കുന്നതൊന്നുമല്ല, എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പ്രകടിപ്പിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രകടിപ്പിച്ചു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 7-7 എല്ലാ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മൾ UDF എല്ലാ തെരഞ്ഞെടുപ്പുകളും ജയിച്ചുകൊണ്ടിരിക്കും. അപ്പോ കാലം മാറി. ഇനി 5 കൊല്ലം ഭരിച്ചാ വേറൊരു 5 കൊല്ലം വേറൊരു കൂട്ടർക്ക് ആ പതിവ് മാറി. ആ കാലം കഴിഞ്ഞു. അങ്ങനെ ഒരു കിതാബിലോട്ട് പറഞ്ഞിട്ടുമില്ല ഭരിച്ചോല് പിന്നെ ഭരിക്കാൻ പാടില്ല എന്ന് ഒരു കിതാബിലും എഴുതിയിട്ടില്ല. നമ്മളിവിടെ UDF ഭരണം തുടരണം.
സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടരണം, ഡെവലപ്മെന്റ് തുടരണം, സംസ്ഥാനം മെച്ചപ്പെടണം, അക്രമ രാഷ്ട്രീയം വരരുത്. അത് തന്നെയാണ് എന്റെ മെസ്സേജ്. അതിന്റെ ആ നാണയത്തിന്റെ മറ്റൊരു വശമാണ് ഇന്ത്യയിലെ ഫാസിസം. അപ്പൊ ഇവിടെ അസഹിഷ്ണുത വളരുന്നു. ഇതിന്റെ ഒക്കെ ലക്ഷണം അത് തന്നെയാണ്. കൊല നടക്കുന്നു, എഴുത്തുകാരെ കൊല്ലുന്നു സംഘപരിവാർ. അതുപോലെ തന്നെ ബുദ്ധിജീവികളെ വേറിരിക്കുന്നു. മനുഷ്യൻ എന്ത് ഭക്ഷണം കഴിക്കണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിന്റെ പേരിൽ ആളുകളെ മർദ്ദിക്കുന്നു, കൊല്ലുന്നു. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന മുസ്ലിം ലീഗിന്റെ കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും അപവാദ പ്രചരണങ്ങളുടെ പിന്നാലെ പോകുന്ന LDFന്റെ സ്ഥിതി ദയനീയമാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മന്ത്രിമാരായ MK മുനീർ, ഇബ്രാഹിം കുഞ്ഞ്, MP-മാരായ ET മുഹമ്മദ് ബഷീർ, BP അബ്ദുൾ വഹാബ്, MLA-മാരായ N ഷംസുദ്ദീൻ, KM ഷാജി, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, PKK വാവ, PK ബഷീർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്, വാക്കനാട് രാധാകൃഷ്ണൻ, ഉസ്മാൻ സാഹിബ്, പുന്നല ഇബ്രാഹിം കുട്ടി, അനസ് ഹസൻ, അബ്ദുൾ അസീസ്, ഷിബു താന്നിവിള, നൂർദീൻ സാഹിബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ KSRTC ഡിപ്പോ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഡിപ്പോ ഭാഗികമായി നവീകരിച്ചത്. നിലവിൽ 50% നവീകരണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പുനലൂർ നഗരസഭ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് ഡിപ്പോ നവീകരിച്ചത്. MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ രീതിയിലല്ല ഇവിടെ നവീകരണം നടന്നിട്ടുള്ളത്. പഴയ കെട്ടിടങ്ങൾ ഇനിയും പൊളിച്ചു മാറ്റിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഇപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. നവീകരണം പൂർത്തിയായാൽ മാത്രമേ ഡിപ്പോയുടെ വ്യാപ്തി വർദ്ധിക്കുകയുള്ളൂ. ഇതിന് KSRTC അധികാരികൾ തയ്യാറാകുന്നുമില്ല. പുനലൂർ നഗരസഭയാകട്ടെ KSRTC തർക്കത്തിലാണ്. ഇതുമൂലം നഗരസഭ ഡിപ്പോയുടെ നവീകരണത്തിന് ഫണ്ട് അനുവദിക്കുന്നുമില്ല. KSRTCയുടെ അനങ്ങാപ്പാറ നയം ഡിപ്പോ വികസനത്തിന് തുരങ്കം വയ്ക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ത്യയിലെ യുവജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് മുൻ ISRO ചെയർമാൻ G മാധവൻ നായർ പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ട് വേണ്ടത് ഒരു മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ്. കുട്ടികളെ സമൂഹത്തിന്റെ ഭാഗമാണ്, സമൂഹത്തോടുള്ള കടമ അവരെ ഓർമ്മിപ്പിക്കുകയും രാഷ്ട്രത്തിനോടുള്ള അവരെ കടമ ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹികത്തോടുകൂടി കഴിയാനും സമത്വത്തോടുകൂടി കാര്യങ്ങൾ നടത്താനുമുള്ള ഒരു കഴിവ് അവർക്ക്, ഒരു അവബോധം അവർക്ക് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരെ മുമ്പിലേക്ക് പോകാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ രാജ്യത്തുള്ള എല്ലാ കുട്ടികളും ഒരു എഞ്ചിനീയറോ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ആയി തീരണമെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നത് ശരിയല്ല. ഇവിടെ എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾ വേണ്ടതുണ്ട്. ഈ 12 കൊല്ലം സ്കൂളിൽ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരാളെ തൊഴിൽ പ്രാപ്തരാക്കുന്നോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഈ സ്കൂളുകളിൽ നിന്ന് പുറത്തു വരുന്നതിൽ 20-25% ആൾക്കാർക്ക് മാത്രമേ ഉപരിപഠനത്തിന് മറ്റ് ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകാൻ കഴിയുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ +2 കഴിഞ്ഞിട്ട് തൊഴിൽ അവസരങ്ങൾ തേടി നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കൂൾ കഴിയുമ്പോൾ അവരെ തൊഴിൽ പ്രാപ്തരാക്കേണ്ടത് വളരെ ആവശ്യമാണ്. രാജ്യം സ്വതന്ത്രമായിട്ടും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 14ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനേജ്മെന്റ് ചെയർമാൻ സന്തോഷ് K തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എലിസബത്ത് ഫിലിപ്സ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തോംസൺ നെസ്റ്റ് വെസ്റ്റ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. പ്രശസ്ത കവി പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ള, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, സിനി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീലേഖ നമ്പൂതിരി, സിനിമാ താരം ഇന്ദ്രൻസ്, PTA ഭാരവാഹി ഹരിലാൽ, ഹെഡ്മിസ്ട്രസ് വത്സ തങ്കച്ചൻ, കവയിത്രി ബൃന്ദ, മുസ്ലിം ലീഗ് സെക്രട്ടറി MM ജലീൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നാട്ടുകാർ നോക്കി നിൽക്കെ യുവാവ് കല്ലടയാറ്റിൽ ചാടി. മദ്യലഹരിയിലായിരുന്ന യുവാവ് ഒടുവിൽ നീന്തി കരയ്ക്ക് കയറി.
ചൊവ്വാഴ്ച വൈകുന്നേരം നാട്ടുകാർ നോക്കി നിൽക്കെയാണ് യുവാവ് കല്ലടയാറ്റിൽ ചാടിയത്. പുനലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഷഹീറാണ് തൂക്കുപാലത്തിന് സമീപമുള്ള വലിയ പാലത്തിൽ നിന്ന് ആറ്റിൽ ചാടിയത്. മദ്യലഹരിയിലായിരുന്ന യുവാവ് ആറ്റിൽ ചാടുന്നത് കണ്ട ആരോ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കല്ലടയാറ്റിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ യുവാവ് നീന്തി കരയ്ക്ക് കയറുകയായിരുന്നു. കുളിക്കാനിറങ്ങിയതാണെന്നാണ് യുവാവിന്റെ ഭാഷ്യം. ഇതിനിടയ്ക്ക് പോലീസുകാർ യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധവുമായി ചിലരെത്തിയത് കുറച്ചു സമയം സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. Pushpagreel Central School, Edaman 34. Managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34. Managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikod. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, Kunnikod. ഫോൺ 0475-232-5333. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്.
എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജുവല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് പത്തനാപുരത്ത് സ്വീകരണം നൽകും. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ സ്വീകരണ പരിപാടികളുടെ തുടക്കം പത്തനാപുരത്ത് നിന്നുമാണ്. സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന നവകേരള മാർച്ച് ആയിരക്കണക്കിന് പേർ സ്വീകരിച്ച് സമ്മേളനവേദിയായ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ കോമ്പൌണ്ടിലേക്ക് ആനയിക്കും. നവകേരള മാർച്ചിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3 മണിക്ക് സമ്മേളനം 2 മണിക്കാണ് സായത്തിലെത്തിച്ചത്. ഇവിടെ ടൗണിൽ നിന്ന് സ്വീകരിച്ചാണ് ജാഥ ക്യാപ്റ്റനെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത്. പ്രധാനപ്പെട്ട സമകാലിക രാഷ്ട്രീയത്തിലെ പ്രസക്തമായ മുദ്രാവാക്യങ്ങളാണ് മതനിരപേക്ഷ അഴിമതിവിരുദ്ധ വികസിത കേരളം. കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക പ്രശ്നങ്ങളുടെ കൂട്ടിയാണ് ഈ കേരള മാർച്ചിൻ്റെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിടുന്നതിനുള്ള ആക്ഷേപമാണ് പ്രത്യേകിച്ച് CPM-ന് ഇക്കാര്യത്തിൽ. UDF-ന്റെ നല്ല അവഗണന അനുഭവിക്കുന്ന ഒരു മണ്ഡലമായി, UDF സർക്കാരിന് നല്ല അവഗണന അനുഭവിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് സമീപത്ത് പത്തനാപുരം മണ്ഡലം മാറിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായി എല്ലാ വികസന പ്രവർത്തനങ്ങളും വഴിമുട്ടിയിരിക്കുന്നു. പത്തനാപുരം കേന്ദ്രമായിട്ട് താലൂക്ക് ഒന്നുമല്ലാതെ അതിനോടനുബന്ധിച്ചുള്ള ആഫീസുകൾ സ്ഥാപിക്കുക പ്രധാനമായും നമ്മുടെ ആശുപത്രിയുടെ കാര്യം തന്നെ ഞങ്ങളിപ്പോൾ ഈ കേരള മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പത്തനാപുരം താലൂക്ക് ആശുപത്രി ആയെങ്കിൽ മാത്രമേ അതിന് ആവശ്യമായിട്ടുള്ള പരിഗണന. വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസിത പത്തനാപുരം കൂടാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെയും നമ്മുടെ പ്രദേശത്തിൻ്റെയും വികസനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ജനമുന്നേറ്റമായിരിക്കും നാളെ ഇവിടെ നടക്കാൻ പോകുന്ന നവകേരള മാർച്ചിൻ്റെ സ്വീകരണം. 10,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന വലിയ സ്റ്റേജാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B. അജയകുമാർ, M. മീരാപിള്ള, CPM ഏരിയ സെക്രട്ടറി N. ജഗദീശൻ എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ശോഭയിൽ UDF വീണ്ടും ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിന്റെ കേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ യുവജനങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്ന് മുൻ ISRO ചെയർമാൻ G. മാധവൻ നായർ. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് വ്യാഴാഴ്ച പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് സ്വീകരണ പരിപാടി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.